നമ്മളെല്ലാവരുടെയും വീട്ടിൽ ഇതുപോലത്തെ പഴയ ഫോണുകളുണ്ടാവും. അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സാധനങ്ങൾ കംപ്ലൈൻ്റ് ആവും. ഉദാഹരണത്തിന് ഇപ്പോൾ ചില്ല്, ടച്ച് അങ്ങനത്തെ ഓരോരോ സംഗതികളായിരിക്കും ഓരോരോ ദിവസം കംപ്ലൈൻ്റ് ആവുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇതിങ്ങനെ നന്നാക്കി നന്നാക്കി ഇങ്ങനെ മടുത്തിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ മെയിനായിട്ടും നമുക്ക് ഇതിൻ്റെ ടച്ച് കംപ്ലൈൻ്റ് ആയാലും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ അവസ്ഥയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ പഴയൊരു ഫോൺ ഇതേ ഉണ്ടോ, ടച്ച് കംപ്ലൈൻ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഒരുപാട് ഇത് കംപ്ലൈൻ്റ് ആയി, പക്ഷേ അങ്ങനെയൊക്കെ ഒരുപാട് നന്നാക്കി കുറേ പൈസ പോയിട്ടുള്ള സംഗതിയാണ്. ഇനിയിപ്പോൾ അതിനാവില്ല എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഇനി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വേറൊരു ചെറിയൊരു ട്രിക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. പല ആളുകൾക്കും അറിയാത്തവർക്ക് വേണ്ടി ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തു നോക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇന്ന് എത്തിക്കുന്നത്. അപ്പോൾ ടച്ച് തീരെ കിട്ടാത്ത ഒരു ഫോണാണ്. അപ്പോൾ ഇതേ ഉണ്ടോ, ഒരു സാംസങ്ങിൻ്റെ പഴയ മോഡലായിട്ടുള്ള ഒരു J7 എന്നുള്ള ഒരു ഫോണാണ്. അപ്പോൾ ഇത് വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫോണായതുകൊണ്ട് പുറത്തേക്കും അങ്ങനെ കൊണ്ടുപോകാത്തതുകൊണ്ടും പിന്നെ നമ്മൾ മറ്റൊരു ഫോൺ ധൃതി കൂട്ടി വാങ്ങേണ്ട ഒരു ആവശ്യം കൂടി ഇല്ല. അപ്പോൾ മറ്റെന്തെങ്കിലും ഇതിലൂടെ നമ്മളിത് ചെയ്യാൻ കഴിയുമോ എന്നുള്ള നിലക്ക് നോക്കിയപ്പോഴാണ് വേറൊരു സംഭവം നമുക്ക് മനസ്സിലായത്. അപ്പോൾ കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും ഈ ഒരു ഫോണില്ല. ചെറിയ ചെറിയ ചില്ല് പൊട്ടിയിട്ടുണ്ട്, പിന്നെ സൈഡ് അങ്ങനത്തെ സ്ക്രാച്ച് ആയിട്ടുണ്ട്, അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല, കാരണം നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വീട്ടിൽ നിന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോൺ തന്നെയാണിത്. ഇതുവരെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉപയോഗിച്ച് കൊണ്ടിരുന്ന ഒരു ഫോൺ തന്നെയാണ്. കാരണം പെട്ടെന്നാണ് ഇങ്ങനെ ഒരു സംഭവം ഈ ഒരു ഫോണിനകത്ത് ഞങ്ങൾക്ക് പെട്ടത്. അതുകൊണ്ട് അതിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ വീണായതാണ്. അപ്പോൾ അങ്ങനെ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ അത്യാവശ്യ കാര്യത്തിനുള്ള എല്ലാ ഉപയോഗവും ഈ ഒരു ഫോണിൽ നിന്ന് നടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്ര വലിയൊരു ഈ ഒരു സ്ക്രാച്ചൊന്നും ഞങ്ങളത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്ന് തന്നെ നമുക്ക് വേണ്ടി പറയേണ്ടിയിരിക്കുന്നു. രണ്ട് സൈഡിലൊന്നും ക്യാമറയൊന്നും അങ്ങനെ അത്ര വലിയ പ്രശ്നങ്ങളോ ഒന്നും നമുക്കില്ല. ഇനി ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ചെറിയ ഒരു സ്ക്രാച്ച് വിഷയം മാത്രമേ ഉള്ളൂ. സിമ്മും മെമ്മറി കാർഡൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് പിന്നെ വൈഫൈ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അധികം ഇത് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ സൈഡിലൊക്കെ ആയിട്ട് അങ്ങനെ സ്ക്രാച്ച് ഒന്നുമില്ല. പിന്നെ ക്യാമറയും അത്ര പോരാ. എന്നിരുന്നാലും നമ്മളെ കുട്ടികളെ ഓൺലൈൻ ക്ലാസ് അങ്ങനത്തെ ഓരോരോ സംഗതികൾക്ക് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതി തന്നെയായിരുന്നു. വീട്ടിലൊക്കെ ഞങ്ങൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ എങ്ങനെയാണ് ആ ഒരു സംഭവം ഉപയോഗിക്കുക, എങ്ങനെയാണ് അത് നോക്കുക എന്നുള്ളതാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു ഫോണ്. ഇതിന് നമ്മൾ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഒരു കേബിളാണ്. കാരണം നമ്മൾ ഫോണിൽ പെൻഡ്രൈവ് ഒക്കെ കുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അഡാപ്റ്ററാണിത്. അപ്പോൾ ഇത് നമ്മളെ വീട്ടിലെല്ലാവരുടെ ഉണ്ടായിരിക്കാം. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ അതും ഈ ഒരു സാധനമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അതിൻ്റെ ഒരു ഭാഗം എന്നുള്ളത് പെൻഡ്രൈവ് കുത്തുന്നതാണ്, മറ്റേത് ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്യുന്ന ഭാഗത്താണ് നമ്മളെ മൗസാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മൗസ് നമ്മൾ വീട്ടിലൊക്കെ പല ആളുകളും വീട്ടിലുണ്ടാവും. കാരണം കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഉപയോഗിക്കുന്ന ആളുകളടുത്ത് കുറേ മൗസൊക്കെ അങ്ങനെ വെറുതെ കൂട്ടിയിട്ടൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഇത് നമുക്ക് ഈ ഒരു ആവശ്യത്തിന് നമുക്ക് വേണ്ടി ഉപയോഗപ്രദമാക്കാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് വീഡിയോ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ആ ഒരു കേബിള് നമ്മുടെ ആ ഒരു ഫോണിൻ്റെ ബാക്കിൽ കണക്ട് ചെയ്യുക. അതായത് നമ്മൾ ചാർജൊക്കെ കണക്ട് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ കണക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ആ ഒരു അടുത്ത അഡാപ്റ്ററിലേക്ക് നമ്മൾ മൗസിൻ്റെ കേബിൾ കണക്ട് ചെയ്യുക. അപ്പോൾ എന്താണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മളെ മൗസും ഈ ഒരു ഫോണിലേക്ക് കണക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് ഈ ഒരു മൗസ് നമ്മുടെ ഫോണിലേക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ടച്ച് ഇല്ല എന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ സാധാ പോലെ നമുക്ക് ഇത് ഉപയോഗിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു മൗസ് ഉപയോഗിച്ചിട്ട് നമുക്ക് സാധാ ഉപയോഗിക്കുന്നത് പോലെ ആ ഒരു കൺട്രോളിങ്ങിനൊക്കെ പറ്റും. ഓൺലൈൻ ക്ലാസ്സിനൊക്കെ എനിക്ക് തോന്നുന്നു ഒന്നും കൂടി ഇത് ഉപയോഗപ്രദമാകാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഗതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.